ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹാഫ് ഇയർലി എക്സാം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ 1ാം ക്ലാസ്സിലെ തദ്രീബു തിലാവയുടെ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ മനസ്സിലാക്കാം. ആദ്യം ഇവിടെ നമുക്ക് ചിത്രങ്ങളാണ് തന്നത്, അതിൻ്റെ പേരുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം നമുക്കത് അതിലേക്ക് മാച്ച് ചെയ്തെടുക്കാം. ആദ്യം വന്നെന്താ? ബാലൂൺ. ബലൂണാണ് അല്ലേ? അപ്പം അതിലേക്ക് നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം. അടുത്തെന്താണ്? ദുബാബ് പറഞ്ഞാൽ എന്തായിരുന്നു? ഫ്ലൈ അല്ലേ? ഈച്ചക്കായിരുന്നു ദുബാബ് എന്ന് നമ്മൾ പഠിച്ച്. അപ്പം അതിലേക്ക് മാച്ച് ചെയ്യാം. പിന്നെ അടുത്തത് അസദ് എന്ന് പറഞ്ഞാൽ ലയൺ. അപ്പം അതിലേക്ക് വരച്ചെടുക്കാം. സയ്യാറ എന്തായിരുന്നു? കാർ. അപ്പം അതിലേക്ക് വരയ്ക്കാം. പിന്നെ ജമൽ എന്ന് പറഞ്ഞാൽ ക്യാമൽ, ഒട്ടകം. അപ്പം അതുപോലെ ഇനി ബാക്കിയുള്ള നിങ്ങൾക്ക് എടുത്ത പാഠഭാഗം വരെയുള്ള ചിത്രങ്ങളുടെ ഇതുപോലെ നിങ്ങൾക്ക് പേരിവിടെ കണ്ട മാച്ച് ചെയ്യാൻ കഴിയണം. ആ രീതിയിൽ ബാക്കി പാഠങ്ങളൊക്കെ പഠിക്കുക. ഇനി എന്താ വന്ന അക്ഷരങ്ങളുടെ പേര് പറയാൻ ഇവിടെ താഴെയുള്ള അക്ഷരങ്ങൾ ഏതാണെന്ന് ഉസ്താദിന് വായിച്ചു കൊടുക്കണം. എന്താണിത്? സ, ഹ, സോദ്, സായി എന്നാണ് ഇതിന് പറയുക. സ എന്നല്ല, സായി. ഷീൻ. അപ്പം അത് അക്ഷരങ്ങൾ അലിഫ് മുതൽ നിങ്ങൾക്ക് എടുത്തത് വരെ അക്ഷരങ്ങൾ ഇതുപോലെ പറഞ്ഞെടുക്കാൻ കഴിയുന്ന രീതിയിൽ പഠിക്കാം. അപ്പം ഇതിൽ ഇനി വരാത്ത ബ, ത, ജീമ് ഒക്കെ ഉണ്ട്. റാ ഒക്കെ ഇതുപോലെ അക്ഷരമായിട്ട് തന്നാൽ നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന രീതിയിൽ പഠിക്കുക. ഇനി നോക്കി വായിച്ചു കൊടുക്കണം ഉസ്താദിന്. ഇവിടെ വേർഡ്സുകളാണ് തന്നത്. അജ്റുൻ, അജ്റുൻ. ബർദുൻ, ഖാബ നീട്ടാണ്ട്, അപ്പോൾ ചേർത്ത് വായിക്കുക. ഖാബ. താജുൻ. സൂഉൻ. അപ്പം ഇത്രയും വായിച്ചു കൊടുത്താൽ ഇവിടെ 30 മാർക്കാണ്. അപ്പം അത് മനസ്സിലാക്കാം. ഇനി എന്താണ് താഴെ? ഹ ഉള്ള വേർഡ്സ് വന്ന കള്ളിയിൽ നിറം നൽകണം. പുള്ളിയുള്ള ഹ ആണ്. അപ്പോൾ ഹ ഉള്ള പദങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾക്ക് റാ വരാം, സായി വരാം, ജീമ് വരാം. അപ്പം അത് ഒക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകുന്ന ജീമ് ഹ ഒക്കെ പുള്ളിയുള്ള ഹ ഒക്കെ വന്നാൽ കുട്ടികൾ ശ്രദ്ധിക്കാതെ ആ കള്ളിയിൽ നിറം നൽകി പോകും. അപ്പോൾ അത് മനസ്സിലാക്കുക. നോക്കുക, ഇവിടെ ഹ, അപ്പോൾ അത് വേണ്ട, നമുക്ക് പുള്ളിയിലെ ഹ ആണ് വേണ്ടത്. അപ്പോൾ ഇതിന് നിറം നൽകിയിട്ടുണ്ട്. ഇവിടെ അഹദുൻ, ഇത് ഷഹിറ, അപ്പോൾ ഇവിടെ ഹി ഉണ്ട്. അഹദ, അപ്പോൾ ഇവിടെയുണ്ട് ഹ. പിന്നെ നെസ്ഹ്, അവസാനത്തിൽ ഹ. സിഹറുൻ, അപ്പോൾ ഇവിടെ ഹ ആണ്, ഹ. അപ്പോൾ അത് നിറം നൽകണ്ട. അടുത്തത് ഖബറുൻ, ഫസ്റ്റ് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇതുപോലെ നിങ്ങളെ വേർഡ്സ് പുറത്തേക്ക് കാണുന്ന രീതിയിലുള്ള കളറുകൾ വേണം കൊടുക്കാൻ. മനസ്സിലാക്കുക. അടുത്ത ഇനി എന്താണ്? സ്വാദ് ഉള്ള വൃത്തങ്ങളിൽ നിറം നൽകണം. സ്വാദ്. അപ്പോൾ സ്വാദ്, ലോദ്, പുള്ളിയുള്ള ലോദ് തന്നാൽ നമുക്ക് അതിൽ നിറം നൽകി പോകരുത്. അപ്പോൾ മനസ്സിലാക്കുക. സ്വാദ് വന്നത് ഇവിടെ ഷീനാണ്, വേണ്ട. ഇവിടെ സീനാണ്, അതും വേണ്ട. അപ്പോൾ സ്വാദുകൾ മനസ്സിലാക്കി ചെയ്യാം. അപ്പോൾ ഇതുപോലെ വേറെ അക്ഷരം തന്നാൽ മനസ്സിലാക്കാൻ കഴിയാം. അടുത്ത ചേർത്ത് എഴുതാനാണ്. ഇവിടെ അക്ഷരങ്ങൾ വേറിട്ടിട്ട് തന്നാൽ ചേർത്ത് എഴുതണം. ഹുബിസത്ത്. അപ്പോൾ ഹുബിസത്ത് എന്ന് എഴുതുമ്പോൾ ഫസ്റ്റ് എഴുതുന്ന ഹ ഇതുപോലെ എഴുതണം, ഹു. പിന്നെ ബി, സ, ത്ത്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് എഴുതാൻ പറ്റുന്ന അക്ഷരങ്ങളാണ് ചേർത്ത് എഴുതുക. ഇനി അടുത്തതാ ബസീറുൻ. സീനോട് യാ എങ്ങനെ എഴുതുക? ഇതുപോലെയാണ് എഴുതുക. ബസീ, അയിമിലൂടെ റാ എഴുതുക. ബസീറുൻ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതുപോലെയാണ് എഴുതുക. അത് മനസ്സിലാക്കി കൊടുക്കുക. അടുത്തതാ ഇനി ഇവിടെ ചേർത്ത് എഴുതിയതിനെ പിരിച്ചെഴുതാനാണ്. കൂട്ടി എഴുതി തന്നിട്ടുണ്ട്, അതിനെ ഓരോരോ ആക്കിയിട്ട് എഴുതുക. ഹസീബുൻ, അപ്പോൾ ഹ ഇതുപോലെ എഴുതുക, സി വേറെ എഴുതുക,
പിന്നെ യാ ഇതുപോലെ എഴുതണം. ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് എഴുതുക. പിന്നെ ബൊന്ന് വേറെ എഴുതി കൊടുക്കുക. മനസ്സിലാക്കുക. അടുത്തതാ തഷ്ദുറു. അപ്പോൾ വേറെ എഴുതുക, സ്വാദ് എഴുതുക. ദാല് പിന്നെ നമ്മൾ എഴുതുമ്പോൾ അതെന്ത് എഴുതണം? ഇങ്ങനെ എഴുതണം. ദാല് ഇവിടെ ചേർത്ത് എഴുതുമ്പോൾ ഇങ്ങനെ തരും, അത് പിന്നെ ഇങ്ങനെ എഴുതണം. അപ്പോൾ അത് മനസ്സിലാക്കാം. പിന്നെ അതുമിലൂടെ എഴുതൂല. ഇവിടെ എഴുതിയിട്ടില്ല. അപ്പം നമ്മൾ ഇവിടെ വേർതിരിക്കുമ്പോൾ അങ്ങനെ തന്നെ എഴുതുക. ചേർത്ത് എഴുതുമ്പോൾ അതുമിലൂടെ എഴുതൂല. അപ്പോൾ ഇത് തിരിച്ച് നമുക്ക് ചോദ്യമായിട്ട് വേറെ അടുത്ത പരീക്ഷയ്ക്ക് തരികയാണെങ്കിൽ ഇതുപോലെ എഴുതണം. അപ്പോൾ അതൊക്കെ അതിൻ്റെ കൂടെ മനസ്സിലാക്കി പഠിക്കുക. ഇനി നിറം നൽകാനാണ്. ഇവിടെ ഒരു ഫ്ലവർ തന്നിട്ടുണ്ട് അല്ലേ, അതിന് വൃത്തിയിൽ നിറം നൽകുക. പിന്നെ അതുപോലെ തന്നെ ഒരു ഫ്രൂട്ട്സ് ആപ്പിൾ അല്ലേ, അതും ലീഫിന് ഗ്രീനും ആപ്പിളിൻ്റെ കളറൊക്കെ നൽകിയിട്ട് നൽകുക. അപ്പോൾ അത് നിറം എന്താണെന്നൊന്നും ഉസ്താദുമാർ പറഞ്ഞു തരൂല. അപ്പോൾ നിങ്ങൾ പൂവിന് എന്ത് കളറാണ് കൊടുക്കുക, അതിൻ്റെ ഇലക്ക് എന്ത് കളറാണ് കൊടുക്കുക എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കണം. അപ്പോൾ അത് അതിൻ്റേതായ വൃത്തിയിൽ നിങ്ങൾ ഓരോ ചിത്രത്തിൻ്റെയും നിറങ്ങൾ നൽകുക. അപ്പോൾ അത് മനസ്സിലാക്കി ചെയ്യുക. അപ്പോൾ ചിത്രത്തിനനുസരിച്ച് നിങ്ങൾ നൽകിയ നിറത്തിനനുസരിച്ച് നിങ്ങൾക്ക് 10 മാർക്കാണത്, അത് ലഭിക്കും. അപ്പോൾ ഇത്രയാണ് തദ്രീബ് തിലാബയിൽ വന്ന ചോദ്യങ്ങൾ. അപ്പോൾ അതെല്ലാവരും എക്സാമിലേക്ക് റിവിഷനായിട്ട് ചോദ്യപേപ്പർ ഉപകാരപ്പെടുത്തുന്നവർ കുട്ടികളെ ഇതേ രീതിയിൽ മറ്റ് വേർഡ്സുകളൊക്കെ നൽകിയിട്ട് പഠിപ്പിക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് പാഠബുക്ക് തന്നെ ഈ രീതിയിലാണ് അതിൻ്റെ വർക്ക് ബുക്ക് വന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി പഠിച്ചാൽ തന്നെ എല്ലാവർക്കും നന്നായി എക്സാം എഴുതാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.